1518-ൽ ദരീബ് നഗരത്തിൽ സംഭവിച്ച ഡാൻസിംഗ് പ്ലേഗ് ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ സംഭവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ സംഭവം ഒരു സാധാരണ നൃത്തത്തോടെ ആരംഭിച്ചെങ്കിലും പിന്നീട് അതൊരു ഭയാനകമായ കൂട്ടപ്രതിഭാസമായി മാറി. ഒരു ദിവസം ഫ്രൗട്രോഫിയ എന്ന സ്ത്രീ തെരുവിൽ അനിയന്ത്രിതമായി നൃത്തം ചെയ്യാൻ തുടങ്ങി. അവൾക്ക് നിർത്താൻ സാധിച്ചില്ല. മണിക്കൂറുകൾ കടന്നുപോയി, പക്ഷേ അവൾ ഇപ്പോഴും നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറ്റ് ആളുകളും അതേ രീതിയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഉടൻ തന്നെ നൂറുകണക്കിന് ആളുകൾ തെരുവുകളിൽ ഒരുമിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇത് ഒരു ഉത്സവമല്ലായിരുന്നു. ആളുകൾ ക്ഷീണിച്ച് വീണുപോയി, ചിലർക്ക് ഹൃദയാഘാതം സംഭവിച്ചു, ചിലർ മരിക്കുകയും ചെയ്തു. നഗരത്തിലെ ഭരണാധികാരികൾ ആശയക്കുഴപ്പത്തിലായി. ഇത് ഒരു രോഗമാണോ, ദൈവത്തിന്റെ ശാപമാണോ, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമാണോ എന്ന് അവർക്ക് മനസ്സിലാക്കാനായില്ല. ആ സമയത്ത് ഡോക്ടർമാർ ഇത് ചൂടുള്ള രക്തം മൂലമാണെന്ന് കരുതി. അതിനാൽ അവർ ആളുകളെ നൃത്തം തുടരാൻ അനുവദിച്ചു, പോലും സംഗീതജ്ഞരെ വിളിച്ച് നൃത്തത്തിന് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഇത് സ്ഥിതിയെ കൂടുതൽ വഷളാക്കി. ഒടുവിൽ ചിലരെ ദേവാലയങ്ങളിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥനയും വിശ്രമവും നൽകാൻ ശ്രമിച്ചു.